കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്കും രുചിയുള്ളൊരു കയ്പ്പയ്ക്ക കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ടെന്ന് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, പുളിവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് തേങ്ങ പാകാൻ ശേഷം മാറ്റിയിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ആ കയ്പ്പയ്ക്ക ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി വെക്കുന്നതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കുക. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, അരിയാൻ പാടില്ല. പിന്നെ അതിലേക്ക് കറിവേപ്പില, മുളക് പൊടി, കായപ്പൊടി സ്കിപ്പ് ചെയ്യരുത്. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മുമ്പ് തക്കാളിയും കയ്പ്പയ്ക്കയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. വെന്ത കയ്പ്പയ്ക്കയിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് ആവശ്യാനുസരണം വെള്ളവും പോരാത്ത ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കറി നന്നായി പാകമായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ആക്കി